ഐ പി എല്ലിൽ ഒരു ടീമിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മനോഹരമായി വർക്ക് ചെയ്യുന്ന പിന്നെ അപൂർവം ടീമുകളിലൊന്നാണ്. ഇപ്പോൾ പഞ്ചാബ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പഞ്ചാബിൽ നമ്മളങ്ങനെ അവരുടെ ബാറ്റിംഗ് വിസ്ഫോടനമൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്തും ഐ പി എല്ലിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മനോഹരമായി വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ശരിക്കും ആർ സി ബി എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 2022 ഭുവനേശ്വർ കുമാർ അവസാനമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു T20 മത്സരം കളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം കളിക്കുന്നത് 2022 അതിനുശേഷം അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹം ഈ ഐ പി എൽ അടക്കമുള്ള ടൂർണമെൻറ്റുകളിൽ പുറത്തെടുക്കുന്ന ഈ മാജിക്കിനെ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ സെലക്ടർമാർക്ക് ഇനി കഴിയുക തന്നെ ഇല്ല എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2023 മുതലുള്ള കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പവർ പ്ലേ വിക്കറ്റുകളുള്ള ബോളർ ശരിക്കും ഭുവനേശ്വർ കുമാറാണ്. ആർക്കൊപ്പമാണെന്നറിയോ? ട്രെൻറ്റ് ബോൾട്ടിനൊപ്പം. അതേപോലെ തന്നെ ഐ പി എൽ ഏറ്റവും 7 അദ്ദേഹത്തിൻ്റെ എക്കോണമി എന്ന് ആലോചിക്കണം. ഐ പി എൽ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിഞ്ഞ ബോളറാണ് ഭുവനേശ്വർ കുമാർ എന്ന കാര്യം മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് പ്ലെയർ സബ്ബൊക്കെ നടപ്പിലാക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇമ്പാക്ട് പ്ലെയർ സബ് നടപ്പിലാക്കപ്പെട്ട കാലത്ത് 200 റൺസിന് മുകളിലൊക്കെ സ്ഥിരമായിട്ട് ഐ പി എല്ലിൽ സ്കോറുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പവർ പ്ലേയിൽ ബോളർമാർ ഡെലിവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് വളരെ നിർണായകം. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദേവദത്ത് പടിക്കലൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം സ്ലിപ്പിൽ നിന്ന് 2 ക്യാച്ച് എടുക്കും. ദേവദത്ത് പടിക്കൽ പറയുന്നത് ഓരോ പന്തിലും ക്യാച്ചുകൾ വരും എന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് ദേവദത്ത് പടിക്കൽ മത്സരത്തിന് ശേഷം പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു T20 മത്സരത്തിലൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു ബോളിംഗ് ഡൊമിനൻസ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അവസാന ഘട്ടത്തിൽ സ്ലിപ്പിൽ നിന്ന് 2 ക്യാച്ച് എടുത്തതിന് ശേഷം അദ്ദേഹം പറയാണ് ഓരോ ബോളിലും ഞാൻ ക്യാച്ചുകൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. പവർ പ്ലേയിൽ മാത്രം 13 ഫോൾസ് ഷോട്ട്സ് ആണ് പിന്നെ ഡൽഹിക്ക് സംഭവിച്ചിരുന്നത്. ആ 13-ൽ പെർ 2 ഫോൾ ഷോട്ട്സ്, 2 ഫോൾസ് ഷോട്ട് പെർ 1 വിക്കറ്റ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ രണ്ടാമത്തെ ബോളിൽ തന്നെ അവരുടെ ആ പുതുമുഖ താരത്തെ സാഹിൽ പരാഗിനെ പുറത്താക്കിയ ആ ഇൻസ്വിംഗ് യോക്കർ, അതിൽ തന്നെ മനസ്സിലായി ഭുവനേശ്വർ കളിക്ക് ശേഷം പറയുന്നുണ്ട് വല്ലാതെ സ്വിങ്ങിനെ തുണക്കുന്നു എന്ന് കണ്ട സമയത്ത് ഞങ്ങൾ സ്റ്റമ്പിലേക്ക് തന്നെ പന്തെറിയാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നത്. അതെ, അൺപ്ലേബിൾ ഡെലിവറി ശരിക്കും അവിടെ കളി പോകുന്നുണ്ട് അവരുടേതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിന്നെ ഡൽഹിയുടെ കുറേ ബ്ലണ്ടറുകൾ കൊണ്ട് മാത്രം ഐ പി എല്ലിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ റൺ ചേസ് നടന്ന അതേ മൈതാനത്തിൽ 48 മണിക്കൂർ കഴിയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു വൻ തകർച്ച അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അവർ 8ാമതായിട്ടാണ് ഡേവിഡ് മില്ലർ ഇറങ്ങുന്നത്. അത്രയും ബാറ്റർമാരെ കൊണ്ട് നിറഞ്ഞ അവരുടെ നിര ഒരു 16.3 ഓവറിൽ മറ്റവരെ ചുരുട്ടിക്കെട്ടുന്നു. 6.3 ഓവറിൽ ഇവർ കളി തീരുമാനമാക്കുന്നു, RCB തീരുമാനമാക്കുന്നു.